ഹലോ, വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് എഗ് ആൻഡ് ക്ലീവേജ് ആണ്. അടുത്ത ക്ലാസ്സുകളിൽ ഗ്ലാസ്ലേഷൻ്റെ തുടർച്ചയായിട്ട് പഠിക്കും. നമുക്കറിയാം ദ എഗ്സ് ആർ റിലേറ്റീവ്ലി ലാർജർ ദാൻ ദ മെയിൽ ഗാമീറ്റ്സ്, സ്പേംസ് അതിനേക്കാൾ വലുതായിരിക്കും. അതിന് കാരണം എന്താ? It is mainly due to the accumulation of reserve food in the form of yolk. The amount and distribution of yolk in eggs varies greatly in different animal groups. എത്രത്തോളം യോക്ക് ഉണ്ട്, അത് എങ്ങനെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക, ഇതിനെ ബേസ് ചെയ്തിട്ട് അനിമൽ എഗ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. Based on this variation in yolk, the animal eggs are classified into the following. നമുക്ക് രണ്ട് രീതിയിൽ ഈ അനിമൽ എഗ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ടൈപ്സ് ഓഫ് എഗ്സ് ബേസ്ഡ് ഓൺ ദ എമൗണ്ട് ഓഫ് യോക്ക്. Then the types of eggs based on the distribution of yolk. ആദ്യം നമുക്ക് പഠിക്കാം ടൈപ്സ് ഓഫ് എഗ്സ് ബേസ്ഡ് ഓൺ ദ എമൗണ്ട് ഓഫ് യോക്ക്. എത്രത്തോളം യോക്ക് ഉണ്ട് ഒരു എഗ്ഗില്, അതിനെ ബേസ് ചെയ്തിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം: മൈക്രോലെസിത്തൽ, മീസോലെസിത്തൽ, മാക്രോലെസിത്തൽ. മൈക്രോലെസിത്തൽ എഗ്, മൈക്രോ പേര് കേൾക്കുന്ന പോലെ തന്നെ സ്മോൾ എമൗണ്ട് ഓഫ് യോക്ക്. യോക്ക് ഇസ് വെരി ലിറ്റിൽ. ഇതിന് ഉദാഹരണം ആംഫിയോക്സിസ്, സെഫലോപോഡേറ്റിൽ വരുന്ന ആംഫിയോക്സിസ് അല്ലെ, മറ്റൊരു പേരെന്താ ബ്രാങ്കിയോസ്റ്റോമ. അതിന് മാമൽസ്, പ്രത്യേകിച്ച് പ്ലാസെന്റൽ മാമൽസ്, അതിന്റെ എഗ്ലൈ മാമൽസ് ഇതിലല്ലല്ലോ വരുന്നത്. അപ്പോൾ മൈക്രോലെസിത്തലേക്കിന് ഉദാഹരണം ഇത് മാത്രമല്ല, ഇനിയും ക്ലീവേജ് കൂടെ പറയുമ്പോൾ അതുകൂടെ ചേർത്ത് മറ്റുദാഹരണങ്ങൾ പറയും. ട്യൂണിക്കേറ്റ്സ്, എക്നോഡംസ്, ഇതൊക്കെ ഉദാഹരണമാണ്. എക്സാമ്പിൾ എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഇനി മാമൽസിന്റെ കാര്യത്തിൽ ഇവിടെ നമ്മൾ പറഞ്ഞു മാമൽസ് മൈക്രോലെസിത്തലാണ്. പക്ഷേ മമേലിയൻ എഗ്ഗില് നെഗ്ലിജിബിൾ എമൗണ്ട്, മൈക്രോ എന്ന് പറയുമ്പോൾ തന്നെ ഉള്ള കുറവ്, പക്ഷെ അതിനേക്കാളും വളരെ കുറവ്, ഇല്ലാന്ന് തന്നെ പറയാം. എലെസിത്തൽ എന്നാണ് പറയാം. അപ്പൊ മമേലിയൻ എഗ്ഗിന് നമുക്ക് എന്തും പറയാം, എലെസിത്തൽ. ഇപ്പൊ ചോയ്സിൽ മൈക്രോലെസിത്തൽ, എലെസിത്തൽ വരുവാണെങ്കിൽ മമേലിയൻ എഗ്ഗ് എലെസിത്തൽ എന്ന് പറയാം. ദെൻ മീസോലെസിത്തൽ, മീസോ മോഡറേറ്റ് എമൗണ്ട് ഓഫ് യോക്ക്. മൈക്രോലെസിത്തൽ എഗ്ഗ് പോലെ അത്രയും കുറവുമല്ല, എന്നാൽ മാക്രോലെസിത്തൽ എഗ്ഗ്, അതായത് മെഗാലെസിത്തൽ, മാക്രോ പേര് കേൾക്കുന്ന പോലെ കൂടുതലായിട്ട് യോക്ക്, വളരെ കൂടുതൽ യോക്ക്, അത്ര കൂടുതലുമല്ല. അപ്പോൾ അത് ആംഫിബിയൻസ് എഗ്ഗ് ഒക്കെയാണ് മീസോലെസിത്തൽ എഗ്ഗ് എന്നെല്ലാം എല്ലാവരും പഠിച്ചിരിക്കും, നമ്മൾ ബേസിക് പഠിക്കുന്നതാണല്ലോ. പക്ഷേ ഡിപ്നോയ്, പെട്രോമൈസോൺ, അതായത് ഏനേതയിൽ വരുന്ന പെട്രോമൈസോൺ, ഇതെല്ലാം അതിനുദാഹരണമാണെന്ന് ഓർത്തിരിക്കണം. ചിലപ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആംഫിബിയൻസിന് പകരം ചില ഡിപ്നോയ്, ഇതെല്ലാം കോമ്പറ്റേറ്റീവ് എക്സാം, നമ്മുടെ നെറ്റിന് മാത്രമല്ല മറ്റ് സെറ്റ് പോലുള്ള എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മീസോലെസിത്തൽ. ദെൻ മാക്രോലെസിത്തൽ എഗ്ഗ് എന്ന് പറയുമ്പോൾ പിന്നെ മെഗാലെസിത്തൽ എന്ന് പറയും. പേര് കേൾക്കുന്ന പോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് യോക്ക് കാണും. അതിന് ഉദാഹരണം റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സിന്റെ എല്ലാം എഗ്ഗ് ഇതൊരു ഉദാഹരണമാണ്. ഇപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ബേർഡ്സിന്റെയും ഇൻസെക്ടിന്റെയും ഉള്ള എഗ്ഗ് ടൈപ്സ് ഓഫ് എഗ് ബേസ്ഡ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് യോക്കില് രണ്ടും രണ്ടെണ്ണമാണ്. അതവിടെ വരുമ്പോൾ ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ മാക്രോലെസിത്തൽ എഗ് ആണ് ഈ റെപ്റ്റൈൽസിന്റെയും ബേർഡ്സിനും ഇൻസെക്ട്സും ഒക്കെ. ഇപ്പൊ ബേർഡ്സിന്റെ ഇൻസെക്ട്സിന്റെയും പ്രത്യേകിച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് മനസ്സിലാകും. അതായത് ശരിക്കും കൂടുതൽ യോക്ക് ഉണ്ട്, പക്ഷെ അവിടെ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട് രണ്ടും രണ്ടരമാണ്. അപ്പോ ടൈപ്സ് ഓഫ് എഗ് ബേസ്ഡ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് യോക്ക് നമുക്ക് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് യോക്ക്, the eggs are classified into three types: isolecithal or homolecithal. ഐസോ ഒരുപോലെ. ഐസോലെസിത്തൽ എഗ് സാധാരണ മൈക്രോലെസിത്തൽ എഗ് ആണ്. കാരണം വെരി ലിറ്റിൽ യോക്ക് ആണ്, ഉള്ള യോക്ക് വളരെ യൂണിഫോം ആയിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. ടീലോലെസിത്തൽ എഗ്ഗിന്റെ ഒരു പ്രത്യേകത, അവിടെ യോക്ക് കൂടുതലായിരിക്കും, മൈക്രോലെസിത്തൽ എഗ്ഗിനേക്കാളും യോക്ക് കൂടുതലായിരിക്കും. ഈ കൂടുതലായിട്ട് വരുന്ന ഈ യോക്ക് ഒരു പ്രത്യേക ഒരു സ്ഥലത്തേക്ക് അത് അക്കുമുലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പൊ കൂടുതലായിട്ട് യോക്ക് കാണുന്ന ആ ഭാഗത്തെ വെജിറ്റൽ പോൾ എന്ന് പറയുന്നത്, കുറച്ച് കാണുന്ന ഭാഗത്തെ അനിമൽ പോൾ എന്ന് പറയും. അപ്പൊ അങ്ങനെ അനിമൽ വെജിറ്റൽ പോൾ ഒന്ന് പോളറൈസേഷൻ ശരിക്കും വരുന്നത് ടീലോലെസിത്തൽ എഗ്ഗാണ്. സെൻട്രോലെസിത്തൽ എഗ്ഗ് പേര് കേൾക്കുന്ന പോലെ സെന്ററിലാണ്. നമുക്ക് നോക്കാം, ആ ഡയഗ്രം കാണിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കി, ഇത് ഹോമോലെസിത്തൽ അഥവാ ഐസോലെസിത്തൽ എഗ്ഗ്. ഇത്
ശരിക്കും ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ഐസോലിസ്റ്റൽ അഥവാ ഹോമോലിസ്റ്റൽ എന്ന് പറയുക. അപ്പോൾ എമൗണ്ട് ഓഫ് യോക്കിനെ ബേസ് ചെയ്തിട്ട് ഇത് ഇതിൽ വരും മൈക്രോലിസത്തിൽ അല്ലേ. ആംഫിയോക്സിന്റെ എഗ്ഗും എക്കിനോഡംസിന്റെ എല്ലാം എഗ്ഗ് ഇത് മൈക്രോലിസത്തിലാണ്, അത് അതേസമയം ഐസോലിസത്തിലുമാണ്. ഇനി ഇത് ആംഫിബിയ ഫ്രോഗിന്റെ എല്ലാം പിന്നെ എഗ്ഗാണ്, അത് ശരിക്കും ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ, അതായത് അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞു മീസോലിസത്തിലാണ്. ഇനി ഇത് ടീലോലിസത്തിലുമാണ്. ഞാൻ പറയാം, ഇവിടെ അനിമൽ പോൾ കണ്ടോ, അവിടെ ശരിക്കും യോക്ക് കുറച്ചേ ഉള്ളൂ. ഇത് ന്യൂക്ലിയസ് ആണ്, ഇവിടെ യോക്ക് കുറവേ ഉള്ളൂ. ഇവിടെ വെജിറ്റൽ പോൾ ഇച്ചിരി കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞു ടീലോലിസത്തിന്റെ ഒരു പ്രത്യേകത അതാണ്, കൂടുതലായിട്ട് യോക്ക് കാണുന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അക്കുമുലേറ്റ് ചെയ്യുന്ന ടെൻഡൻസി. ഇത് മോഡറേറ്റ്ലി ടീലോലിസത്തിലാണ്. എന്നാൽ ഇതാ ബേർഡ്സിന്റെ ഇതാ ഒരു കോഴിമുട്ട നോക്കാം, അതിലാണെങ്കിൽ യോക്ക് ധാരാളം ഉണ്ടല്ലോ. നമുക്കറിയാം മഞ്ഞക്കുരു അതാണല്ലോ യോക്ക്, അത് ധാരാളം ഉണ്ടല്ലോ, നന്നായിട്ട് അക്കുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഹെവിലി ടീലോലിസത്തിൽ അല്ലെങ്കിൽ ഹൈലി ടീലോലിസത്തിൽ ഞാൻ പറയാം, മനസ്സിലായോ? എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസെക്റ്റിന്റെ എഗ്ഗും ബേർഡ്സിന്റെ എഗ്ഗും എല്ലാം രണ്ടും ഏതാണ്ട് ഒരുപോലെയാണ്. ഏതാ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു. ഇവിടെ മാക്രോലിസത്തിലാണ് എന്താ ബേർഡ്സിന്റെയും ഇൻസെക്ട്സിന്റെയും ബേർഡ്സിന്റെ, പക്ഷെ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് യോക്കിനെ ബേസ് ചെയ്തിട്ട് എന്താണ്, ബേർഡ്സിന്റെ എഗ് ഹൈലി ടീലോലിസത്തിലാണ്, പക്ഷെ ഇവിടെ എന്താണ് സെൻട്രോലിസത്തിലാണ്. ഓർത്തിരിക്കുക, ബിക്കോസ് ഇവിടെ യോക്ക് കണ്ടോ സെന്ററിൽ കാണുന്നതാണ്, സൈറ്റോപ്ലാസം ഇവിടെ പെരിഫറലായിട്ട് കണ്ടോ, പെരിഫറലായിട്ട് എപ്പോഴും ഓർമ്മിക്കണം. ടൈപ്പ് ഓഫ് എഗ്ഗിനനുസരിച്ചാണ് ക്ലീവേജ് വരിക, മനസ്സിലാക്കിയിരിക്കുക. അപ്പോ ഇവിടെ തന്നെ നമ്മൾ ക്ലീവേജ് പറയുമ്പോൾ ഞാൻ പറയും സൂപ്പർഫിഷ്യൽ ക്ലീവേജ് എന്ന്. കാര്യം സൂപ്പർഫിഷ്യൽ ആയിട്ടല്ലേ ഇവിടെ സൈറ്റോപ്ലാസം കാണുന്നത്. ഇവിടെ സൈറ്റോപ്ലാസം കാണുന്നത് എവിടെയാണ്, ഡിസ്ക് ലൈക്ക് പാർട്ടിലാണ്. അവിടെ ക്ലീവേജ് പറയുമ്പോൾ ഞാൻ പറയും ഡിസ്കോയിഡൽ ക്ലീവേജ്. കണ്ടോ എന്ത് എളുപ്പം. അപ്പോ എഗ്ഗിനനുസരിച്ച് തന്നെയാണ് ക്ലീവേജ് വരുന്നത്. അത് ക്ലീവേജ് വരുമ്പോൾ ഞാൻ പറയാം, ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒന്നുകൂടെ നോക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് യോക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നും കൂടെ ഓർക്കുക. ഇവിടെ ആംഫിയോക്സിന്റെ എല്ലാം ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട് എന്താ ഐസോലിസിക്കൽ ഒരുപോലെ അല്ലെങ്കിൽ ഹോമോലിസിക്കൽ. ഇവിടെ ടീലോലിസിക്കൽ ഞാൻ പറഞ്ഞു നോക്കാം. ടീലോലിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ടീലോലിസിക്കൽ ഹാസ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് യോക്ക് വേർ ദ യോക്ക് ഈസ് അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. അത് എല്ലായിടും ഒരുപോലെ അല്ല ത്രൂ ദ സൈറ്റോപ്ലാസം. The egg in this type of egg is, the yolk in this type of egg is concentrated more towards the vegetal pole. Thus, a telolistal egg will have vegetal pole where the concentration of yolk is greatest, and an animal pole where the concentration of yolk is least. Okay. ഇനി നമ്മളിവിടെ ആംഫിബിയൻ എഗ്ഗിലും അതുപോലെ ഏബിയൻ എഗ്ഗിലുമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ amphibian eggs are examples of moderately telolistal, in which the moderate quantity of yolk is distributed unevenly, while reptilian and avian eggs are examples of highly telolistal eggs, in which there is heavy deposition. ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ടീലോലിസത്തൽ എഗ്ഗിൽ നമ്മൾ രണ്ട് രീതിയിൽ പറഞ്ഞു അല്ലെ. എന്തെല്ലാം, മോഡറേറ്റ്ലി ടീലോലിസത്തൽ ആംഫിബിയ മറക്കരുത്. എന്നാൽ ഹെവിലി ടീലോലിസത്തൽ അല്ലെങ്കിൽ ഹൈലി ടീലോലിസത്തൽ ടിപ്പിക്കലി ബേർഡ്സിന്റെ ആണ്, അത് റെപ്റ്റൈലിന്റെയും അതിന് ഉദാഹരണം ഒന്ന് മനസ്സിലാക്കിയിരുന്നാ. ദെൻ സെൻട്രോലിസത്തൽ സെന്ററില് അല്ലെ, സൈറ്റോപ്ലാസം സൂപ്പർഫിഷ്യൽ. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഇവിടെ കോഴിമുട്ട അല്ലെ ബേർഡ്സിന്റെ അല്ല എഗ്, ഞാൻ പറഞ്ഞു ഹൈലി ടീലോലിസത്തലാണ്. ചില സ്റ്റുഡൻസ് പറയാറുണ്ട്, സാർ ഇത് സെൻട്രോലിസത്തലാണോ എന്ന്. ബിക്കോസ് സെന്ററിലല്ലേ ഇരിക്കുന്നത്. അങ്ങനെയല്ല. നമുക്കറിയാം കോഴിമുട്ട എല്ലാം പുഴുങ്ങുമ്പോൾ നമുക്ക് തോട് പൊളിച്ച് പിന്നെ എടുക്കുമ്പോൾ അത് യോക്കൊരു പ്രത്യേക അല്പം സൈഡിലോട്ടായിരിക്കുക. അപ്പൊ അത് എന്തായാലും ഇതുപോലുള്ള സെൻട്രോലിസത്തലല്ല. അപ്പോൾ അത് ഹൈലി ടീലോലിസത്തിലാണ്. ഈ സൈറ്റോപ്ലാസം ഇവിടെയാണ് ഇരിക്കുന്നത്. സൈറ്റോപ്ലാസം അവിടെയാണ്, ഡിസ്ക് ലൈക്ക് സൈറ്റോപ്ലാസം അവിടെയാണ് ഡിവിഷൻ നടക്കുന്നത്.
അതുകൊണ്ടാണ് ഡിസ്കോയിഡൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഉടനെ പറയും ഞാനത്. അത് പിന്നെ അത് എഗ്ഗിലെ യോക്കിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ക്ലീവേജ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ എഗ്ഗിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ മനസ്സിലായി എന്ന് വിചാരിക്കാം. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ക്ലീവേജ്. ക്ലീവേജ് എന്ന് പറയുന്നത് ഇത് ആഫ്റ്റർ ആൾ ഒരു എഗ്ഗിന്റെ ക്ലീവേജ് എന്ന് പറഞ്ഞാലും സൈഗോട്ടാണ് ക്ലീവ് ചെയ്യുക അല്ലേ? അപ്പൊ എംബ്രിയോളജിയില് പ്രത്യേകിച്ച് ആനിമൽ ഡിബിയില് ഡെവലപ്മെന്റ് ബയോളജി സാധാരണ എഗ് അണ്ടർഗോ ക്ലീവേജ് എന്നങ്ങ് പറയും. പക്ഷെ ആക്ച്വലി സൈഗോട്ടാണ് അല്ലേ? ഒരു സൈഗോട്ട് അല്ലെങ്കിൽ ഒരു എഗ് ക്ലീവ് ചെയ്യുമ്പോൾ അത് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ സെൽ. ഒരു കണക്കിന് ഒരു പ്രത്യേക സെൽ ഡിവിഷൻ ആണ് അല്ലേ? എന്നാൽ സാധാരണ നമ്മൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നതും ഒരു സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിലും ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ആഫ്റ്റർ ഓൾ സെൽ ഡിവിഷൻ. So here a mitotic division of the zygote take place and sphere of closely aggregated multitude of cells we get. അങ്ങനെ ഒരു റിസൾട്ടിങ് സെൽസ് ആർ കാൾഡ് ബ്ലാസ്റ്റോമിയർ. ആ ബ്ലാസ്റ്റോമിയർസ് എല്ലാം കൂടെ ചേർന്ന് ഒരു ആദ്യം മോറുല ഉണ്ടാകും അല്ലെ? ആദ്യം എന്തുണ്ടാകും? മോറുല. അപ്പൊ ഈ മോറുല സൂൺ ട്രാൻസ്ഫോം ടു ബ്ലാസ്റ്റുല. അത് ബ്ലാസ്റ്റുലേഷനിൽ നമ്മൾ പഠിക്കും. ബ്ലാസ്റ്റുലയ്ക്ക് അകത്ത് കാണും ബ്ലാസ്റ്റോസിൽ കാണും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ക്ലീവേജിലോട്ട് വരാം. ആദ്യം പ്ലെയിൻസ് ഓഫ് ക്ലീവേജ് പറയാം. പ്ലെയിൻസ്, ഏത് പ്ലെയിനിലെ ക്ലീവേജ്? നമ്മളിപ്പോ ഇത് കഴിഞ്ഞിട്ട് രണ്ട് തരത്തിലുള്ള ക്ലീവേജ് ഉണ്ടെന്ന് പറയും. ഹോളോബ്ലാസ്റ്റിക്, ന്യൂറോബ്ലാസ്റ്റിക്. അതിനുശേഷം പിന്നെ പാറ്റേൺസ് ഓഫ് ക്ലീവേജ് പറയും. എല്ലാം കൂടെ തെറ്റിപ്പോകരുത്, ഓർഡറായിട്ട് മനസ്സിലാക്കുക. നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഏതെല്ലാം പ്ലെയിനിലാണ് അത് ക്ലീവ് ചെയ്യുന്നത്. അത് രണ്ട് രീതിയിലാണ്. ഓക്കെ, മെറിഡിയണൽ ക്ലീവേജും ലാറ്റിറ്റ്യൂഡിനൽ ക്ലീവേജും. മെറിഡിയണൽ ക്ലീവേജും ഇക്വറ്റോറിയൽ ക്ലീവേജും. ആദ്യം അത് നോക്കാം. മെറിഡിയണൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ if the cleavage furrow bisects both the poles of egg passing through the animal vegetal pole, the cleavage plane is called meridional. ഓക്കെ, ഇവിടെ ഇതാണ് എഗ്ഗിന്റെ അനിമൽ പോൾ ഇതാണ്. ഇത് വെജിറ്റൽ പോൾ ആണെങ്കിൽ അങ്ങനെ അനിമൽ വെജിറ്റൽ പോളിലൂടെ അങ്ങനെ സെൻട്രൽ ആക്സിസിലൂടെ വരും അല്ലെ? അതാണ് മെറിഡിയണൽ ക്ലീവേജ്. ഓക്കെ, ഇനി എന്താണ് ഇക്വറ്റോറിയൽ ക്ലീവേജ് എന്ന് നോക്കാം. എന്താണ് ഇക്വറ്റോറിയൽ ക്ലീവേജ്? അപ്പോ ഇവിടെ ഇക്വറ്റോറിയൽ ഇഫ് ദ പ്ലെയിൻ ഓഫ് ക്ലീവേജ് which bisects the egg at right angle to the median axis. നമുക്ക് നോക്കാം. ഇതാണല്ലോ മീഡിയൻ ആക്സിസ് എന്ന് പറയുന്നത്. അതിന് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നല്ലേ അതിന്റെ മിഡ്വേ ആയിട്ട് വരുന്നത്. അതാണ് ഇക്വറ്റോറിയൽ ക്ലീവേജ്. ഇനി ഒരു കാര്യം, മെറിഡിയണൽ ക്ലീവേജിന് പാരലായിട്ട് വരുന്നതിന് എന്ത് പറയും? വെർട്ടിക്കൽ ക്ലീവേജ്. അതുപോലെ ഈ ഇക്വറ്റോറിയൽ ക്ലീവേജിന് പാരലായിട്ട് വരുന്നതിന് എന്ത് പറയും? ലാറ്റിറ്റ്യൂഡിനൽ ക്ലീവേജ്. ഇനി ഞാൻ ഇതിൽ നിന്ന് ഈ സെറ്റിനും അങ്ങനെയുള്ള എക്സാമിനേറ്റിന് വേണ്ടി മാത്രമല്ല, ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ സാധാരണ ഇതിൽ നിന്ന് ചോദിക്കുന്ന ഒരു കാര്യം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവിഷൻ റിസൾട്ട്സ് ഈക്വൽ ബ്ലാസ്റ്റോമേഴ്സ് എന്നൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണും. ദ മെറിഡിയണൽ ക്ലീവേജ് വന്നാൽ രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുള്ള രണ്ട് ബ്ലാസ്റ്റോമേറല്ലേ കിട്ടുന്നത്. isn't it അല്ലെ? ഓക്കെ, ഇതൻ അതുപോലെ ഇക്വറ്റോറിയൽ പ്ലെയിനിലൂടെയുള്ള ക്ലീവേജ് ദാറ്റ് ആൾസോ റിസൾട്ട് ഈക്വൽ ബ്ലാസ്റ്റോമിയർ. isn't it? ഇതാ ഇതുപോലെ ഈക്വൽ അല്ലേ? ഇതും ഈക്വൽ അല്ലേ? പക്ഷേ ഇവിടെ വെർട്ടിക്കൽ ക്ലീവേജ്, ഇതാ ഒരു വെർട്ടിക്കൽ ക്ലീവേജ്. അപ്പൊ ഇവിടെ ഒരു ചെറിയ ബ്ലാസ്റ്റോമർ, ഇതൊരു വലിയൊരു ബ്ലാസ്റ്റോമർ അല്ലേ? അങ്ങനെയല്ലേ? അതുപോലെ ഇതാ ഈ വെർട്ടിക്കൽ ക്ലീവേജും അങ്ങനെയല്ലേ? ഒരു ബ്ലാസ്റ്റോമർ, ഇവിടെ വലിയൊരു ബ്ലാസ്റ്റോമർ. ഈക്വൽ ബ്ലാസ്റ്റോമർ കിട്ടത്തില്ല. അതുപോലെയല്ലേ ലാറ്റിറ്റ്യൂഡിനൽ ക്ലീവേജിലും? ഇവിടെ ഒന്ന് ചെറിയൊരു ബ്ലാസ്റ്റോമർ, ഇത് വലിയൊരു ബ്ലാസ്റ്റോമർ, അതുപോലെ തിരിച്ചു. അപ്പോ ശരിക്കും which of the following cleavage or the plane of cleavage result equal blastoma എന്ന് ചോദിച്ചാൽ ഏതെല്ലാം? is meridional cleavage and equatorial cleavage. Okay, ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക്. ഇനി types of cleavage, very very important.
നമുക്ക് ക്ലീവേജിനെ രണ്ടായിട്ട് തരംതിരിക്കാം. നമ്മൾ നേരത്തെ ക്ലീവേജിന് പ്ലെയിൻ ആണ് പറഞ്ഞത്. ഇതാണ് ശരിക്കും ക്ലീവേജിന്റെ ഡിവിഷൻ, അല്ലെങ്കിൽ എഗിന്റെ ക്ലീവേജ് എന്ന് പറയുന്നത്. മനസ്സിലല്ല? ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് ആൻഡ് ന്യൂറോബ്ലാസ്റ്റിക് ക്ലീവേജ്. ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറയുമ്പോൾ എൻറ്റയർ എഗ് ഡിവൈഡ്സ് ആൻഡ് ഈസ് നോൺ ആസ് ദ കംപ്ലീറ്റ് ക്ലീവേജ്. ഇതാണ് കംപ്ലീറ്റ് എന്ന് നമ്മൾ പറയും. ഇവിടെ ഞാനത് എഗ്ഗിനെ കാണിച്ച് പറയാം. ഇതാ ഇവിടെ ഇതാ ഒരു മൈക്രോലെസിക്കൽ എഗ് ആണ്, അല്ലെങ്കിൽ ഐസോലെസിക്കൽ എഗ് ആണ്. കംപ്ലീറ്റ് എഗ് വിൽ ക്ലീവ്. ഇങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, ഏത് അത് കംപ്ലീറ്റ് എഗ്. ഇവിടെ കംപ്ലീറ്റ് എന്ന് പറയുന്നത് ന്യൂറോബ്ലാസ്റ്റിക് ക്ലീവേജ് അത് ഇൻകംപ്ലീറ്റ് ആണ്. ഞാൻ ആദ്യം കംപ്ലീറ്റിന്റെ കാര്യം പറയാം. ഇവിടെയും മീസോലെസിക്കൽ എഗ്, ഇവിടെ ഇതും ഇത് തന്നെയാണ്, ഹോളോബ്ലാസ്റ്റിക് തന്നെയാണ്, കംപ്ലീറ്റ് തന്നെയാണ്. മനസ്സിലാക്കുക. കാരണം എൻ്റെ റെഗുലർ ഡിപെൻഡ്. പക്ഷേ ഇതിന് രണ്ടിനും ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ആണ്, ഇത് അൺഈക്വൽ ആണ്. ഞാനത് മോഡറേറ്റ്ലി ന്യൂറോബ്ലാസ്റ്റിക് കൂടെ പറഞ്ഞതിന് ശേഷം ഇത് അൺഈക്വലും ഈക്വലിന്റെ കാര്യം പിന്നെ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ക്ലീവേജ് മൊത്തം എങ്ങനെ എന്താണെന്ന് പറഞ്ഞു, രണ്ട് രീതിയിൽ: ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് ആൻഡ് ന്യൂറോബ്ലാസ്റ്റിക് ക്ലീവേജ്. ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് ആൻഡ് ന്യൂറോബ്ലാസ്റ്റിക് ക്ലീവേജ്. അപ്പൊ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് കംപ്ലീറ്റ് ക്ലീവേജ്, ദെൻ ന്യൂറോബ്ലാസ്റ്റിക് ക്ലീവേജ് ഇൻകംപ്ലീറ്റ് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൈറ്റോപ്ലാസം, ഈ ബ്ലാസ്റ്റോഡിസ്ക് അല്ലെങ്കിൽ സൈറ്റോപ്ലാസം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ ഭാഗമാണ് ഡിസ്ക് ലൈക്ക് പാർട്ട്, ബ്ലാസ്റ്റോഡിസ്ക് എന്ന് പറയും. അപ്പൊ ഇതുപോലെ ഇവിടെയാണെങ്കിൽ എവിടെയാണ് കാണുന്നത്? സൂപ്പർഫിഷ്യൽ ആയിട്ട് ഈ ഭാഗത്താണ് സൈറ്റോപ്ലാസം. അപ്പൊ ഇവിടെ ഡിവിഷൻ റെസ്ട്രിക്റ്റഡ് ഓൺലി ടു ദ സൈറ്റോപ്ലാസം. അപ്പൊ യോക്ക് ഈസ് നോട്ട് ഡിവൈഡിങ്. ഓക്കെ, അപ്പൊ യോക്ക് ഈസ് നോട്ട് ഡിവൈഡിങ്. ഇപ്പോ എന്താണ് ന്യൂറോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഡിവിഷൻ ഉണ്ടോ? ഇൻ ന്യൂറോബ്ലാസ്റ്റിക് ക്ലീവേജ് ഡിവിഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ഓൺലി ടു ദ സൈറ്റോപ്ലാസം. ഇറ്റ് occurs in macrolithial eggs like that of birds and centrolithial eggs of insects. ഉണ്ടോ? അപ്പോൾ ഇനി ന്യൂറോബ്ലാസ്റ്റിക് ക്ലീവേജ് തന്നെ രണ്ട് രീതിയിലുണ്ട്. അത് ഡിസ്കോയിഡിലും സൂപ്പർഫിഷ്യലും. അത് തന്നെ കാണിച്ച് തന്നെ പറയാം, എന്നിട്ട് ഇങ്ങ് വരാം. ഞാൻ നേരത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു ഇൻസെക്റ്റിന്റെ എഗ്ഗും ബേർഡ്സിന്റെ എഗ്ഗും ഒരു കാര്യത്തിൽ ഒന്നാണ്. എന്താണ്? രണ്ടും മാക്രോലിസ്കലാണ്, കൂടുതലായിട്ട് യോക്കുണ്ട്. ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട് രണ്ട് രീതിയിലാണെന്ന്. ഇത് ഹൈലി ടീലോലിസത്തിലാണ് കോഴിമുട്ടയൊക്കെ. ഇൻസെക്റ്റിന്റെ എഗ് ആണെങ്കിൽ എന്താണ്? സെൻട്രോലിസത്തിലാണ്. അതിരിക്കട്ടെ. ഡിവിഷനിലും വ്യത്യാസമുണ്ട്. ഇവിടെ ഇതിന്റെ ഡിസ്ക് ലൈക്ക് സൈറ്റോപ്ലാസത്തിലാണ് ഡിവിഷൻ നടക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ന്യൂറോബ്ലാസ്റ്റിക് ആണ്. ന്യൂറോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന രണ്ട് രീതിയിലുണ്ട്. ഡിസ്കോയിഡൽ ന്യൂറോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്നും സൂപ്പർഫിഷ്യൽ ന്യൂറോബ്ലാസ്റ്റിക് ക്ലീവേജ്. ഇവിടെ ഡിസ്കോയിഡൽ ന്യൂറോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറയുമ്പോൾ ആ പേരുള്ള പോലെ തന്നെ അർത്ഥം എന്താണ്? ഡിസ്ക് ലൈക്ക് സൈറ്റോപ്ലാസിൽ മാത്രം ഡിവിഷൻ. ഇവിടെയോ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാരണം സൈറ്റോപ്ലാസിലാണ് ഡിവിഷൻ. ഓക്കെ, അപ്പോൾ ന്യൂറോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറയുന്ന ഇൻകംപ്ലീറ്റ് ക്ലീവേജ് ആണ്. ഇൻകംപ്ലീറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് the yolk is not dividing. Here as a whole, this yolk, everything is dividing. Here yolk does not divide, but the division restricted the cytoplasm. Here also. അതുകൊണ്ട് രണ്ടും ന്യൂറോബ്ലാസ്റ്റിക് ആണ്. പക്ഷേ ബേർഡ്സിന്റെ എല്ലാം എന്തിനു ഉദാഹരണമാണ്? ഡിസ്കോയിഡൽ ന്യൂറോബ്ലാസ്റ്റിക് ക്ലീവേജ് ആണ് തന്നല്ലോ. ഡിസ്കോയിഡ്. അപ്പൊ ബ്ലാസ്റ്റോഡിസ്കിൽ മാത്രം ഡിവിഷൻ വരും. ഇതോ സൂപ്പർഫിഷ്യൽ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കത് വായിക്കാം. Holoblastic cleavage, നമ്മൾ പഠിച്ച കാര്യം ഒന്ന് നോക്കാം. In this type of cleavage, the cleavage furrows completely bisect the egg, resulting in the production of equal-sized blastomeres. Equal-sized blastomeres. ഞാൻ അത് ഒന്നുകൂടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ എ, ഇതാണ് എ കാണിച്ചിരിക്കുന്നത് ഹോളോബ്ലാസ്റ്റ് ഈക്വൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ 2, 4. ഇവിടെ
ഈക്വൽ ആയിരിക്കും എല്ലാ ബ്ലാസ്റ്റും. കണ്ടോ, ഇവിടെ റേറ്റ് ഓഫ് ഡിവിഷൻ ഇവിടെ കുറയും, വെജിറ്റൽ പോളിൽ കുറയും. അതിനൊരു നിയമം തന്നെ ഉണ്ട്, ഒരു റൂള് തന്നെ ഉണ്ട്. ബാൽഫോഴ്സ് ലാ എന്നാ പറയാം. ബാൽഫോഴ്സ് ലാ. അക്കോർഡിംഗ് ടു ദിസ് ലാ, the rate of cleavage is inversely proportional to the amount of yolk in the egg. എവിടെയാണോ യോക്ക് കൂടുതലുള്ളത് അവിടെ ഡിവിഷൻ കുറയും, റേറ്റ് ഓഫ് ഡിവിഷൻ കുറഞ്ഞിരിക്കും. ഞാനിതാ ഈ എഗ് കാണിച്ചു തന്നെ ഒന്നുകൂടെ പറയാം. ഇവിടെ മൈക്രോലിസിത്തൽ എഗ് അഥവാ ഐസോലിസിത്തൽ എഗ്, ഇത് മോഡറേറ്റ്ലി ടീലോലിസിത്തൽ എഗ് ആണ്, ആംഫിബിയയുടെ എഗ്. ഇത് രണ്ടും എന്ത് തരത്തിലുള്ള ക്ലീവേജ് ആണ്? ഹോളോബ്ലാസ്റ്റിക് ആണ്. ദേ ഡിഫർ. ഇവിടെ ഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ആണ്, ഇവിടെ അൺഈക്വൽ ആണ്. എന്തുകൊണ്ടാണ് അൺഈക്വൽ ആണെന്ന് പറയാം. ഇവിടെ ഡിവിഷൻ ഇങ്ങനെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ഡിവിഷൻ. അങ്ങനെ എല്ലാ ബ്ലാസ്റ്റോമറും ഒരുപോലെ ഇരിക്കും ഇതിലൊന്നുണ്ടാകുന്ന സെൽസ്. ഇവിടെയാണെങ്കിൽ നമ്മളവിടെ ഒരു ബാൽഫോഴ്സ് ലാ പറഞ്ഞു. എന്താണ്? എവിടെയാണോ യോക്ക് കൂടുതലുള്ളത് അവിടെ ഡിവിഷൻ കുറഞ്ഞിരിക്കും. ഞാൻ നോക്കാം. ഇതാ ഇപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഡിവിഷൻ വന്നു. ഇങ്ങോട്ടുള്ള ഡിവിഷൻ നോക്കി. ഇവിടെ ചിലപ്പോൾ 2 പ്രാവശ്യം ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ചിലപ്പോൾ 1 പ്രാവശ്യം ഡിവൈഡ് ചെയ്യും. ഇവിടെ വീണ്ടും ചിലപ്പോൾ 3, 4 പ്രാവശ്യം ഒക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്രയാ? 2 പ്രാവശ്യം. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ അനിമൽ പോളിൽ ഉണ്ടാകുന്ന ബ്ലാസ്റ്റോമിയർ ചെറുതായിരിക്കുമോ വലുതായിരിക്കുമോ? വലുതായിരിക്കുമോ? ഡെഫിനറ്റ്ലി ചെറുതായിരിക്കും അല്ലേ? കാരണം അപ്പോൾ അതിനെ മൈക്രോമിയർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ വെജിറ്റൽ പോളിൽ ഉണ്ടാകുന്നത് വലുതായിരിക്കും, കാര്യം ഡിവിഷൻ കുറവാണ്. അപ്പോൾ വലിയ ബ്ലാസ്റ്റോമിയർ ഉണ്ടാകുന്നത് മാക്രോമിയർ. അപ്പോൾ മൈക്രോമിയറും മാക്രോമിയറും ഉണ്ടാകും. അപ്പോൾ ഹോളോബ്ലാസ്റ്റിക് ആണ് ഏതിലെല്ലാം? മോഡറേറ്റ്ലി ടീലോലിസിത്തലിലും ഹോമോലിസിത്തലും. എന്നാൽ ഹെവിലി ടീലോലിസിത്തലാണെങ്കിലോ പിന്നെ എന്താ ന്യൂറോബ്ലാസ്റ്റിക് ആണ്. അതെന്താ? സെൻട്രോലിസിത്തലിലും ന്യൂറോബ്ലാസ്റ്റിക്. ദേ ഡിഫർ നമുക്കറിയാം. ഇനി ഇപ്പോൾ ഈക്വൽ ഹോളോബ്ലാസ്റ്റിക്, unequal. In holoblastic unequal cleavage also, cleavage furrow completely bisects the egg. അതുകൊണ്ടാണല്ലോ ഹോളോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. But the blastomer produced are of unequal size. The rate of division in the vegetal pole is decreased as compared to the animal pole because of the increased amount of yolk in the vegetal pole. The blastomer in the animal pole are small and are known as micromeres, and the blastomer in the vegetal pole are large and are known as macromeres. Mesolithical eggs like that of amphibians. അത് unequal holoblastic unequal cleavage ഉദാഹരണമാണ് ബാൽഫോഴ്സ് ലാ. Then neuroplastic cleavage. In neuroplastic cleavage, division is restricted only to the cytoplasm. It occurs in the macrolithical eggs like that of birds and the centrolithical eggs of insects. Neuroplastic cleavage may be classified into discoidal and superficial. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. Discoidal cleavage in macrolithical and highly telolithical eggs, the cleavage is confined to the discoidal cytoplasm and at the animal pole known as blastodes. The yolk, which occupies the bulk of the egg, does not undergo division. This type of cleavage is called neuroplastic discoidal cleavage. Bony fishes, example എല്ലാം ഓർമ്മിച്ചു. റെപ്റ്റൈൽസ്, ബേർഡ്സ് ആണ് ഞാനിവിടെ പറഞ്ഞത്. മോണോട്രീംസ്, അതായത് എഗ് ലേയിങ് മാമൽസ്, എല്ലാം എക്സാമ്പിൾ എല്ലാം ഉദാഹരണം, എക്സാമ്പിൾ എല്ലാം മനസ്സിലായി. ഇവിടെ സൂപ്പർഫിഷ്യൽ ക്ലീവേജ് എന്തിലാണ്? centrolithical eggs. The cleavage and the blastoderm formation are confined to the peripheral cytoplasmic layer, and hence this it is known as neuroblastic superficial cleavage. അപ്പൊ അങ്ങനെ നമുക്ക് പെരിപ്ലാസ്റ്റില കിട്ടും. In centrolithical eggs, insect eggs, the centrally placed nucleus is surrounded by a thin layer of cytoplasm. Okay, then അടുത്ത ക്ലീവേജ് പാറ്റേൺ. നമുക്ക് ആദ്യം ക്ലീവേജ് പ്ലെയിൻ പറഞ്ഞു, പിന്നെ അടുത്ത ക്ലീവേജ് പ്രധാനമായിട്ട് 2 രീതിയിൽ പറഞ്ഞു, ഹോളോബ്ലാസ്റ്റിക് ന്യൂറോബ്ലാസ്റ്റിക്. ഇനി ക്ലീവേജ് പാറ്റേൺസ് പറഞ്ഞാൽ ബേസ്ഡ്, നേരത്തെ ഞാൻ പറഞ്ഞു, ആഫ്റ്റർ ആൾ ഇപ്പോൾ ഒരു സൈഗോട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സൈഗോട്ട് എന്ന് പറയുന്നത് സെല്ലിന്റെ ഡിവിഷനാണ്.
അപ്പൊ അതിന്റെ ബേസ്ഡ് ഓൺ ദ ജിയോമെട്രിക്കൽ പാറ്റേൺ ഓഫ് ക്ലീവേജ് ഫെറോസിന്റെ ജിയോമെട്രിക്കൽ പാറ്റേൺ അനുസരിച്ച് ക്ലീവേജ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 4 ടൈപ്സ്. അതാണ് ഇതാ റേഡിയൽ, സ്പൈറൽ, ബൈലാറ്ററൽ ആൻഡ് റൊട്ടേഷണൽ. ഇതാണ് റേഡിയൽ ഇതാണ് റേഡിയൽ ക്ലീവേജ്. സ്പൈറൽ ക്ലീവേജ് ആണ് ഇത്, സ്പൈറൽ ക്ലീവേജ്. ബൈലാറ്ററൽ ക്ലീവേജ് ആണ് ഇത്, റൊട്ടേഷണൽ ക്ലീവേജ് ആണ്. നമുക്ക് ഇവിടെ ഏതെല്ലാം ഓർഗാനിസത്തിലാണ് റേഡിയൽ, സ്പൈറൽ എല്ലാം കാണുന്നത്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിലൊന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ഈ പോർഷൻ, ഈ ടോപ്പിക്കിൽ നിന്ന് ഈ ഭാഗത്ത് ചോദിക്കും. നമ്മൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കിയിരിക്കുക. ക്ലീവേജ് ആൻഡ് ടൈപ്സ് ഓഫ് എഗ്, അതായത് ക്ലീവേജും പിന്നെ ടൈപ്സ് ഓഫ് എഗ്. ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്സ് ഓഫ് എഗിന് അനുസരിച്ചായിരിക്കും ക്ലീവേജ്. അതുകൊണ്ടാണ് ഇതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് പഠിച്ചേ പറ്റൂ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കുക. മൊത്തം ക്ലീവേജ് നമുക്ക് 2 രീതിയിലാണ് ഇവിടെ പറഞ്ഞത്, ഹോളോബ്ലാസ്റ്റിക് ആൻഡ് മീറോബ്ലാസ്റ്റിക്. ഹോളോബ്ലാസ്റ്റിക്കിൽ തന്നെ ഈക്വലും അൺഈക്വലും ഞാനിവിടെ എഴുതിയിട്ടില്ല, മനസ്സിൽ കാണുക. അപ്പൊ ഇവിടെ ഹോളോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ക്ലീവേജ് ആണ്. ഇവിടെ ഐസോലെസത്തിലായിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോലെസത്തിലായിട്ടുള്ള എഗ്, ദെൻ മീസോലെസത്തിലായിട്ടുള്ള ആംഫിബിയുടെ എഗ് ഒക്കെ ഇരിക്കുകയാണ്. അടുത്ത മീറോബ്ലാസ്റ്റിക് ക്ലീവേജിനെ പ്രധാനമായിട്ട് 2 രീതിയിൽ പറഞ്ഞു അല്ലെ. അതെല്ലാം ഇവിടെ മനസ്സിലാക്കുക ഇവിടെ. എന്നിട്ടാണ് നമ്മൾ പാറ്റേൺസ് പഠിക്കാൻ പോകുന്നത്. പാറ്റേൺസ് ഏതെല്ലാം പാറ്റേൺ ഏതിലെല്ലാം കാണുമെന്നുള്ളത്. അപ്പോൾ മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് തന്നെ ഏത് രീതിയിലെല്ലാം പറഞ്ഞു, ഏതെല്ലാം പറഞ്ഞു മീറോബ്ലാസ്റ്റിക്, ഏതെല്ലാം? മീറോബ്ലാസ്റ്റിക് ഡിസ്കോയിഡൽ മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് ഉണ്ട്. സൂപ്പർഫിഷ്യൽ മീറോബ്ലാസ്റ്റിക്, സൂപ്പർഫിഷ്യൽ ഏതിൽ കാണും? ഇൻസെക്റ്റില് അല്ലെ, അതെ സെൻട്രോലിസത്തിലെങ്കില്. മറ്റേ ടീലോലിസത്തിലാണ്. പിന്നെ അപ്പൊ ഇവിടെ നോക്കാം, ഐസോലിസത്തൽ എഗിൽ തന്നെ അതിൽ തന്നെ എക്നോഡേംസ് ആംഫിയോക്സിസ് പോലുള്ളതിൽ റേഡിയൽ ക്ലീവേജ് ഇപ്പൊ തന്നെ മനസ്സിൽ വെക്കുക. സ്പൈറൽ ക്ലീവേജ് എന്നത് അനലിഡ്സ്, മൊളസ്ക്, ഫ്ലാറ്റ് വേംസ്. ഇതിൽ ഓർക്കേണ്ടത് മൊളസ്ക് ഇതാ ഇവിടെ തന്നിരിക്കുന്നു. ഇവിടെ ഇതാ സെഫലപ്പോഡ് മൊളസ്ക്, ഇവിടത്തെ ഇതിൽ ബൈലാറ്ററൽ തന്നിരിക്കുന്നു. ഇതെന്താണ്? എപ്പോഴും സെഫലപ്പോഡ്സിൽ നമുക്കറിയാമല്ലോ പല കാര്യങ്ങളിലും ഇപ്പൊ സെഫലപ്പോഡനായി നോക്കാം, ഇങ്ങനെ പല കാര്യങ്ങളിലും അത് വ്യത്യാസമാണ്, ഹൈലി ബോൾഡാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇവിടെ കാണുന്നത് അതർ ദാൻ സെഫലപ്പോഡാണ് ഈ സ്പൈറൽ ക്ലീവേജ് കാണുന്നത്. പിന്നെ അനലിഡ ഇപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് അനിമൽ ഷോസ് സ്പൈറൽ ക്ലീവേജ് എന്നെല്ലാം ചോദിക്കാറുണ്ട്. അപ്പൊ അതില് ചിലപ്പോ അനലിഡ എന്ന് തന്നെ തരണമെന്നില്ല. അതിലുള്ള ഒരു വേം, ചിലപ്പോ എർത്ത് വേം, റൗണ്ട് വേം, ഇങ്ങനെയെല്ലാം തരും. റൗണ്ട് വേം വരുമോ? ഇല്ല. റൗണ്ട് വേം എന്ന് പറയുമ്പോൾ നെമറ്റോഡ്സ് എല്ലാം റൊട്ടേഷണൽ ക്ലീവേജ് ആണ്. അപ്പൊ മനസ്സിലാക്കുക, ഇതൊരിക്കൽ എല്ലാം മനസ്സിൽ പറഞ്ഞതിന് ശേഷം വീണ്ടും കാണാതെ പഠിക്കുക ഇതിനെ. അപ്പൊ ഇതെല്ലാ ക്ലീവേജും മനസ്സിൽ വരണം. ആദ്യം ക്ലീവേജ് 2 ഇനമെന്ന് പറഞ്ഞു, ഹോളോബ്ലാസ്റ്റിക്, മീറോബ്ലാസ്റ്റിക്. അത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഇത് രണ്ടാമത് മനസ്സിലെടുക്കാവൂ. മനസ്സിലാക്കുക. അപ്പൊ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജില് തന്നെ എന്താണ്, ഐസോലേസത്തിലുണ്ട്, മീസോലേസത്തിൽ. ഐസോലേസത്തിൽ വരുന്നതിന്റെ എക്സാമ്പിളുകൾ നമുക്കറിയാം. അത് തന്നെ അതിൽ തന്നെ റേഡിയൽ ക്ലീവേജ് ഷോ ചെയ്യുന്ന ഇതാണ്, സ്പൈറൽ ക്ലീവേജ് ഷോ ചെയ്യുന്ന ഇതാണ് അല്ലെ. അങ്ങനെ ഇത് മനസ്സിലാക്കണം. ഫ്ലാറ്റ് വേംസ് എന്ന് പറയുമ്പോൾ ടേപ്പ് വേംസ് ഒക്കെ വരുന്നത് ഇതിൽ. ദെൻ റൊട്ടേഷണൽ ക്ലീവേജ് നമ്മളുടെയൊക്കെ ഇതിപ്പോ മാമൽസിൽ ഇപ്പോൾ ഹൈലി ഇവോൾവ് ആയിട്ടുള്ള എന്നാൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള നെമറ്റോഡ്, അതിലും റൊട്ടേഷണൽ ക്ലീവേജ്. ഇവിടെ ഓർക്കണം, നമ്മൾ താമസിയാതെ സീനോറാപ്റ്റിസ് എലിഗൻസിന്റെ വൾവ ഡെവലപ്മെന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഉടനെ എടുക്കുക, അന്നേരം പറയും നെമറ്റോഡ്, അതായത് സി എലിഗൻസ്, സീനോറാപ്റ്റിസ് എലിഗൻസ്. നെറ്റിനെല്ലാം പ്രിപ്പയർ ചെയ്തവർക്ക് അറിയാം എന്താ സി എലിഗൻസ്, സീനോറാപ്റ്റിസ് എലിഗൻസ്. അതിലെല്ലാം അത് നെമറ്റോഡ് അല്ലേ. അത് ഞാൻ കൂടെ എഴുതി എന്നുള്ളതേ ഉള്ളൂ. അത് നെമറ്റോഡ്സ് ഇൻ ജനറൽ അതിന്റെ ഓർക്കണം. നമ്മൾ റൗണ്ട് ഇതൊക്കെ വരുന്ന അതിലും റൊട്ടേഷണൽ ക്ലീവേജ് ആണ്. ദെൻ ബൈലാറ്ററൽ ആണ് ട്യൂണിക്കേറ്റ്സ്. ട്യൂണിക്കേറ്റ്സ് ഒരു പ്രത്യേക രൂപത്തിൽ പല കാര്യങ്ങളിലും എക്സെപ്ഷൻസ് ഉള്ളതാണ്. എംബ്രിയോളജി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെ ഇതാ ക്ലീവേജ്, ഇറ്റ് ഈസ് യുണീക്ക്. ഇവിടെ
ഐസോലെസിത്തൽ എഗ് ആയിട്ടുള്ള ട്യൂണിക്കേറ്റ്സിൽ ബൈലാറ്ററൽ ക്ലീവേജ്. ഇവിടെ ബൈലാറ്ററൽ ഉണ്ട്. ടീലോലെസിത്തൽ എഗ് ഇവിടെ എന്താണ് ഡിസ്കോയിഡൽ ക്ലീവേജിൽ നമ്മൾ ബേർഡ്സിനെയൊക്കെയാണ് പെട്ടെന്ന് ഓർക്കുന്നത്. എന്നാൽ എക്സെപ്ഷണലി സെഫലോപോഡ് മൊളസ്കയും എന്താണ് ടീലോലെസിത്തലായിട്ടുള്ള ഇതിൽ വരും. ഹൈലി ടീലോലെസിത്തല് അത് അതിലും ബൈലാറ്ററലാണ്. തെറ്റിപ്പോരുതേ. അപ്പൊ ഇതൊരു എക്സെപ്ഷനാണ്. സെഫലോപോഡ് ഹൈലി ടീലോലെസിത്തലാണല്ലോ ഇത്, അല്ലെ? പിന്നെ ഇതെന്താണ് സെൻട്രോലെസിത്തൽ. ഇപ്പൊ ഹൈലി ടീലോലെസിത്തലായിട്ടുള്ള പിന്നെ ഇവിടെ ഹൈലിയിൽ നിന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഇവിടെ മീസോലെസിത്തലും എന്താ മോഡറേറ്റ് ടീലോലെസിത്തലാണ്, ഓർത്തിരിക്കുക. അപ്പൊ ഇത് ടിപ്പിക്കലി ടീലോലെസിത്തൽ ആയിട്ടുള്ള നമ്മളെ ബേർഡ്സിലൊക്കെ എന്താണ് ഡിസ്കോയിഡൽ ക്ലീവേജ് എന്ന് പറഞ്ഞു. ഇനി അതോടൊപ്പം ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. സെഫലോപോഡ് മൊളസ്ക് ബൈലാറ്ററൽ. ഇനി ഇതെല്ലാവർക്കും അറിയാമല്ലോ. സെൻട്രോലെസിത്തൽ എഗ് ഇൻസെക്ടിന്റെ ആണ്, അത് സൂപ്പർഫിഷ്യൽ ക്ലീവേജ് ആണ്. ക്ലിയർ അല്ലേ? ഞാൻ ഇതിന് സമയം കളയുന്നില്ല. നിങ്ങളിത് ആവർത്തിച്ച് മനസ്സിലിരുത്തുക. ഇത്രയും മാത്രമല്ല, ഇതിനനുസരിച്ചുള്ള എഗ്ഗും കൂടെ ബാക്കിലോട്ട് പോകും. രണ്ടും കൂടെ ചേർത്ത് തരും. മനസ്സിലല്ലോ? റേഡിയൽ ക്ലീവേജും അതിന്റെ എഗ്ഗിന്റെ ടൈപ്പും കൂടെ തരും. അതെ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് എഗ്ഗ്, അതുപോലെ ഇതുമല്ല. അത് 2-3 ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇത് 2019 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ബി പാർട്ടിലാണ്. സെൻട്രോലെസിത്തൽ എഗ്സ് ഷോ സൂപ്പർഫിഷ്യൽ ക്ലീവേജ്, ഡിസ്പ്ലേസ്ഡ് റേഡിയൽ ക്ലീവേജ്, ബൈലാറ്ററൽ ക്ലീവേജ്, ഡിസ്കോയിഡൽ ക്ലീവേജ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഏതാണ്? ഓക്കെ, സൂപ്പർഫിഷ്യൽ ക്ലീവേജ്. ബേർഡ്സ് എഗ് ഈസ് ഐസോലെസിത്തൽ ആൻഡ് മാക്രോലെസിത്തൽ, highly teloleसिथल and macroleसिथल, centroleसिथल and macroleसिथल, moderately teloleसिथल and mesoleसिथल. ബേർഡ്സിന്റെ എഗ് ആണ്. അത് കൂടുതൽ യോക്ക് ഉണ്ട്, മാക്രോലെസിത്തലാണ്. ഇനി എന്താണ് ഇവിടെ ടീലോലെസിത്തൽ ആണ്. ഏത് ടീലോലെസിത്തൽ? ഹൈലി ടീലോലെസിത്തൽ അല്ലേ? നമ്മളിപ്പോ പഠിച്ചതല്ലേ ഉള്ളൂ. അപ്പൊ ആൻസർ സെക്കൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 2022 ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് അറ്റൻഡ് ചെയ്തുള്ളവർക്ക് അറിയാം. ദ ടേബിൾ ഷോ ലിസ്റ്റ്, ടേബിൾ ബിലോ ലിസ്റ്റ് ക്ലീവേജ് പാറ്റേൺ ആൻഡ് നെയിംസ് ഓഫ് സ്പീഷീസ്. ക്ലീവേജ് പാറ്റേൺസ് ആണ് കൊടുത്തിരിക്കുക. ഇത് സ്പീഷീസ് ഏതൊക്കെയാണുള്ള മാച്ച് ദ ഗിവൺ പാറ്റേൺസ് വിത്ത് സ്പീഷീസ്. ഐസോലെസിത്തൽ ഓരോ നോക്കാം. ഇതിൽ ഏതിൽ വരും ഐസോലെസിത്തൽ? ആംഫിബിയൻസ് വരുമോ? ഇല്ലല്ലോ. ബേർഡ്സ്, ട്യൂണിക്കേറ്റ്സ്, ഇൻസെക്ട്സ്. നേരത്തെ പറഞ്ഞല്ലോ ട്യൂണിക്കേറ്റ്സ് അല്ലേ? നമ്മൾ നേരത്തെ ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള ഇവിടെ ഡിവിഷൻ എല്ലാം പറഞ്ഞു. ഐസോലെസിത്തൽ എഗ്ഗിലാണ് ഇവിടെ ട്യൂണിക്കേറ്റ്സും വരുന്നത്. ഇവിടെ വരുന്ന എല്ലാം ഐസോലെസിത്തലാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഐസോലെസിത്തൽ ഓർ മൈക്രോലെസിത്തൽ അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം എഴുതിയില്ല. ഇവിടെ ക്ലീവേജ് ഇവിടെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഉദാഹരണം എല്ലാം മനസ്സിലാക്കിയിരിക്കുക. അപ്പോ ഏതാണ് എ? ഇവിടെ 3 ആണ്. അപ്പൊ A3 ഇതിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എക്സാമിന് ടൈം ലാഭിക്കാനായിട്ട് ബാക്കിയുള്ളതെല്ലാം കളയുക, ഇതങ്ങ് ആൻസർ എഴുതുക. അങ്ങനെയുള്ള എളുപ്പമാർഗങ്ങളുണ്ട്, ഓർത്തിരിക്കുക. ഇപ്പൊ തൽക്കാലം നമ്മൾ എളുപ്പമാർഗത്തിലോട്ട് പോകേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം. ബി, മീസോലെസിത്തൽ എഗ് ഇതിൽ ഏത് വരും? മീസോലെസിത്തൽ മോഡറേറ്റ് എമൗണ്ട് ആണല്ലോ. ഉടനെ നമുക്ക് ഓർമ്മ വരും. ഏതാ? മീസോ ആംഫിബിയൻസ് ഒക്കെ ആണ് അല്ലെ? B1 ആണ്. അടുത്ത സെൻട്രോലെസിത്തൽ എഗ് ഏതാ? ഇൻസെക്ടിന്റെ എഗ്. ടീലോലെസിത്തൽ, ടീലോലെസിത്തൽ ഡിസ്കോയിഡ് ബേർഡ്സ്. ഓക്കെ, സ്പൈറൽ ക്ലീവേജ് ഒക്കേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം. സ്പൈറൽ ക്ലീവേജ് റാബിറ്റ്, സ്റ്റാർ ഫിഷ്, എർത്ത് വേം, ഫ്രോഗ്. ഇതിൽ വരും സ്പൈറൽ ക്ലീവേജ്. ഓക്കെ, സ്പൈറൽ ക്ലീവേജ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എർത്ത് വേം അല്ലേ? ഓക്കെ, the patterns of
question. The pattern of embryonic cleavage specific to a species is determined by two major parameters. Okay. The amount and distribution of yolk protein within the cytoplasm. The factors in the cytoplasm that influence the angle of mitotic spindles and the timing of its formation. The amount and distribution of yolk protein. Factors in the cytoplasm that influence the angle of mitotic spindles. Of course, it's a cell division. There is cell division. A kind of cell division. Mitotic spindle fibers in the influence. General fact. Which of the following statements is true? Yes, species having teloless the leg follow unequal holoblastic cleavage. Species having teloless the leg follow unequal holoblastic cleavage. No, the species having moderately teloless the leg have unequal holoblastic cleavage. Then highly teloless the leg, like birds, it has discoidal midoplastic cleavage. Species of teloless the leg teloless equal holoblastic cleavage in species having teloless the leg follow and unequal holoblastic cleavage. Teloless moderately teloless highly teloless. Species having teloless egg follow an equal holoblastic cleavage. For species having isolous egg follow a holoblastic cleavage. Species having centroless egg follow a holoblastic cleavage. Species having isolous leg follow neuroplastic cleavage. Then, in an egg, the type of cleavage is determined by the shape and size of sperm, the amount and distribution. That's a direct question. Okay. So, thank you for watching the video.